ഇന്ന് ഒക്ടോബർ 7 മനസാക്ഷിയുള്ള സകല മനുഷ്യർക്കും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. എന്നാൽ അതിലേറെ സങ്കടകരം ആ ഭയാനകമായിട്ടുള്ള ആ ദിവസത്തെപ്പറ്റി, കൊടും ക്രൂരതകൾ നടന്ന മനുഷ്യത്വഹീനമായിട്ടുള്ള ആ ചെയ്തികൾ നടന്ന ആ ദിവസത്തിനെ പറ്റി മലയാളി സമൂഹം കാണിക്കുന്ന ഇരട്ടത്താപ്പ് അല്ലെങ്കിൽ കാണിക്കുന്ന ക്രൂരമായ തിരസ്കരണമാണ് അതിലേറെ സങ്കടകരമായിട്ടുള്ളത്. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ വെളുപ്പിന് 5-6 മണിക്ക് ഹമാസ് എന്ന ഭീകര സംഘടനയിലെ നേതാക്കളും അനുയായികളും ഗാസയുടെ അതിർത്തി അതിക്രമിച്ച് കടന്ന് അവരുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം അവിടെയുള്ള ജൂത ജനങ്ങളെ കൊന്നൊടുക്കുകയാണ്. അവരവിടെ കാണിച്ച ക്രൂരതകൾ എന്തൊക്കെയാണ്? ഗ്രനേഡ്, ബോംബ്, തോക്ക്, കത്തി തുടങ്ങിയ ആയുധങ്ങളുമായിട്ട് അവിടേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇത് തുടങ്ങിയത് കുബ്സ് എന്ന് പറയുന്ന അവിടെയുള്ള അതിർത്തി ഗ്രാമങ്ങളിലാണ്. അവിടെ ഗ്രനേഡും ബോംബും കൊണ്ട് വീടുകൾ അവർ തച്ചു തകർത്തു. അതിനുശേഷം നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കാൻ തുടങ്ങി. സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങി. അവിടെയുള്ള നിരായുധരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കി, വെടിവെച്ചു ഇല്ലാതാക്കി. അതിനുശേഷം അവരുടെ തലകൾ വെട്ടിയെടുത്തു. കുട്ടികളെ കെട്ടിത്തൂക്കി കൊന്നു. സ്ത്രീകളെ അവരുടെ ഉറ്റവരുടെ മുമ്പിൽ വെച്ച് കൂട്ടമായി ബലാത്സംഗം ചെയ്തു. ഇതെല്ലാം തന്നെ ഹെൽമറ്റിലെ ക്യാമറകളിൽ പകർത്തി അവർ ആഘോഷിച്ചു. ഒരു ജനത മുഴുവൻ സ്തംഭിച്ച ദിവസമായിരുന്നു ഒക്ടോബർ 7, 2023. അവിടെ തൊട്ടടുത്ത് തന്നെ കടൽ തീരത്ത് മരക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു നോവ എന്ന പേരുള്ള ഫെസ്റ്റിവൽ നടക്കുകയായിരുന്നു. ജെൻസിയിൽപ്പെട്ട തലമുറയുടെ ആഘോഷങ്ങളൊക്കെ അവിടെ നടക്കുകയായിരുന്നു. അത് ഏതാണ്ട് അവസാനിക്കാറായപ്പോഴത്തേക്ക് ഈ ഭീകരവാദികൾ അവിടേക്ക് വലിയ ബഹളത്തോടെ ട്രക്കുകളുമായി ഇടിച്ചു കയറി. അവിടെ കണ്ണിൽ കണ്ടവരെല്ലാം വെടിവെച്ച് വീഴ്ത്തി, തലയെടുത്തു. സ്ത്രീകളുടെ മാറിടങ്ങളും വിരലുകളും അറുത്തുമാറ്റി കൂട്ടമായി ബലാത്സംഗം ചെയ്തു. അവിടെ നിന്ന് തിരികെ മടങ്ങിയപ്പോൾ ആ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ വാരിയെടുത്ത് അവരുടെ ട്രക്കുകളിലേക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിലിരുന്ന് ഗാസയിലേക്ക് അവർ തിരികെ മടങ്ങി. കാവൽ നിന്ന പട്ടാളക്കാരുടെ മുകളിലേക്ക് അവർ ട്രക്കുകൾ ഇടിച്ചു കയറ്റി. നോവയിലെ പോലീസ് സ്റ്റേഷൻ ബോംബ് വെച്ച് തകർത്തു. ഇസ്രായേൽ ഡിഫൻസിൻ്റെ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ വീഴ്ച ഇവിടെ വ്യക്തമാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഭയാനകമായിട്ടുള്ള ദിവസം തന്നെയായിരുന്നു ഒക്ടോബർ 7 എന്ന് പറയുന്നത്. സർക്കാരിനോ സൈന്യത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാതെ പകച്ചു നിന്നത് ഒരു ദിവസം. സർക്കാരിനും സൈന്യത്തിനും അവിടെയുള്ള പോലീസിനും എല്ലാം തന്നെ ഈ കൂട്ടമായി ആളുകൾ കൊല്ലപ്പെട്ട കൂട്ടക്കൊല നടന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വൈകിപ്പോയ ഒരു ദിവസം. അവരവിടെ എത്തിയപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. ആധുനിക ലോകത്ത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഇതുപോലുള്ളൊരു മറ്റൊരു കൂട്ടക്കൊലപാതകം നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഒക്ടോബർ 7 എന്നുള്ളൊരു തീയതി തന്നെ ഹമാസ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്? ജൂതന്മാരുടെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു അവധി ദിവസമാണ് ഒക്ടോബർ 7 എന്ന് പറയുന്നത്. പട്ടാളക്കാർക്കും പോലീസുകാർക്കും അന്ന് അവധിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശബത്ത് എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് അവർ അന്ന് ടെലിവിഷനും മൊബൈൽ ഫോണും ഉപയോഗിക്കില്ല എന്നവർക്ക് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ടാണ്. ഇസ്രായേലി ഇൻ്റലിജൻസിൻ്റെ ഗൗരവമായിട്ടുള്ള വീഴ്ച മുതലെടുത്തുകൊണ്ട് ഈ ഹമാസ് അന്ന് അവിടെ അതിക്രമിച്ച് കയറിയപ്പോൾ ഒരു കൂട്ടം പാവപ്പെട്ട ജനതയുടെ വിധിയാണ് എന്നേക്കുമായി മാറ്റി എഴുതപ്പെട്ടത്. ഇത് ഒരു സയനിസ്റ്റ് പ്രൊപ്പഗണ്ടയോ അല്ലെങ്കിൽ ജൂത പ്രൊപ്പഗണ്ടയോ ഒന്നുമല്ല. അവിടെ ഇപ്പോഴും ഇസ്രായേൽ ഇതിൻ്റെ ബാക്കി പത്രങ്ങൾ അവിടെ കാണാൻ കഴിയും. ഹമാസ് ഭീകരാക്രമണത്തിൽ ഇരയായി കൊല്ലപ്പെട്ട, അവിടെ പിച്ചി ചീന്തപ്പെട്ട മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പ്രതീതികൾ ഇപ്പോഴും അവിടെ പ്രതീകങ്ങൾ അവിടെ ഇപ്പോഴും ബാക്കിയുണ്ട്. 2 വർഷമായി ആൾതാമസമില്ലാത്ത ഈ വീട്ടിൽ ഇന്ന വ്യക്തി താമസിച്ചിരുന്നു, ഈ വീട്ടിൽ ഇന്ന കുടുംബം താമസിച്ചിരുന്നു എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾക്കിപ്പോഴും അവിടെ കാണാൻ കഴിയും. തകർന്നു തരിപ്പണമായ വീടുകളും അവർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളും നിങ്ങൾക്കവിടെ കാണാൻ കഴിയും. ആ വീടുകളിൽ ഇപ്പോഴും ചോരപ്പുഴയും വെടിയുണ്ടകളുടെ പാടും അവിടുത്തെ ആ വീടുകളുടെ ഭിത്തികളിൽ നിങ്ങൾക്കിപ്പോഴും കാണാൻ കഴിയും. ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെയും കൊല്ലപ്പെട്ട ആളുകളുടെയും എണ്ണം എത്രയാണ്? 1200 നിരപരാധികൾ ആണ് അന്ന് ആ ഒരു ദിവസം വെറും 2-3 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടത്. 250 പേരെ അവർ തട്ടിക്കൊണ്ടുപോയി. 48 പേര് മാത്രമാണ് ഇപ്പോഴും അവരിൽ ജീവനുള്ളത്. ഈ 48 പേരെ പറ്റി ഒരു വിവരവുമില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. 28 പേർ അതിൽ ഇതിനോടകം തന്നെ മരിച്ചു എന്ന് പറയുന്നു. അവരുടെ മൃതദേഹം ഹമാസ് ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്ന മറ്റ് കഥകൾ. 20 പേർ അതിൽ ദാരിദ്ര്യത്തിലും പട്ടിണിയിലും എല്ലാവിധ
കഷ്ടപ്പാടുകളും പീഡനങ്ങളും ഏറ്റ് അവിടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. അവർക്ക് ഭക്ഷണമായി അവരുടെ കുഞ്ഞുങ്ങളെ തന്നെ നൽകിയ ഒരു ഭീകരവാദികളാണ് ഈ പറയുന്ന ഹമാസ് എന്ന് പറയുന്നത്. അങ്ങേയറ്റം, അതായത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ക്രൂരതകൾ നേരിട്ട ഒരു 48 പേരെ പറ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. അവർക്ക് ഭക്ഷണം നൽകി, അതിനുശേഷം അവർക്ക് ഫുഡ് പോയ്സണിങ് അടിച്ച് അവർ ഛർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഭീകരവാദികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെയാണ്, തലേദിവസം കൊന്നു തള്ളിയ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നെയാണ് വേവിച്ച് ഭക്ഷണമായി ഞങ്ങൾ നിങ്ങൾക്ക് തന്നത് എന്ന്. അതുപോലെയുള്ള ഒരു ഭീകരവാദം അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പീഡനം ഒരു ജനതയും ഒരിക്കലും ഒരിടത്തും ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കില്ല. ഈ പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങി ചത്ത് ജീവിക്കുന്ന ഈ 48 പേരെ തിരിച്ചു കിട്ടാൻ, അതിൽ അവശേഷിക്കുന്ന 48 പേരെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഈജിപ്തിൽ നിന്ന് ചർച്ചകൾ നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കൂട്ടക്കൊല നടന്നത്? ഇതൊരു കൂട്ടക്കൊലയായിരുന്നോ അതോ വംശഹത്യയായിരുന്നോ? ഇതൊരു വംശഹത്യ തന്നെയല്ലേ? ഇതല്ലേ വംശഹത്യ? ഇതിനെ വംശഹത്യ എന്ന് നമ്മൾ വിളിക്കാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആരെ ഭയന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ വംശഹത്യ എന്ന് വിളിക്കാൻ ഭയപ്പെടുന്നത്? എത്ര നൂറ്റാണ്ടുകളായിട്ടാണ് ജൂതജനത വേട്ടയാടപ്പെടുന്നത്? 3000 വർഷത്തോളമായി അവർ വേട്ടയാടപ്പെടുന്നുണ്ട്. വേട്ടമൃഗങ്ങളെ പോലെ ലോകത്ത് അങ്ങോളം ഇങ്ങോളം പലായനം ചെയ്യുന്ന ഒരു ജനതയാണ്. 75-80 വർഷങ്ങൾക്ക് മുൻപ് 65-85 ലക്ഷം ജൂതന്മാരാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ടത്. യൂറോപ്പിലെ 2/3 ജൂതജനതയെ ഹിറ്റ്ലർ എന്ന ഏറ്റവും ക്രൂരനായിട്ടുള്ള ഏകാധിപതി വധിച്ചു. അവരിൽ ചിലരെ ഗ്യാസ് ചേമ്പറിലിട്ട് ശ്വാസം മുട്ടിച്ചായിരുന്നെങ്കിൽ മറ്റു ചിലരെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് വെടിവെച്ച് കൊല്ലുകയും പട്ടിണിക്കിട്ട് കൊല്ലുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഇന്ത്യയിൽ അവർ അഭയം തേടി പല രാജ്യങ്ങളിൽ പോയിരുന്നു. അതിൽ ഇന്ത്യയിലും അവരെത്തി, കേരളത്തിലും അവരെത്തി. അവരിവിടെ കച്ചവടം നടത്തി. മറ്റാർക്കും ഒരു ഉപദ്രവവുമില്ലാതെ, മറ്റാർക്കും ഒരു ശല്യവുമില്ലാതെ അവരിവിടെ കച്ചവടം ചെയ്ത് തിരികെ മടങ്ങിപ്പോയി. ഇന്ത്യയിലോ മറ്റേത് രാജ്യത്തോ അവർ പോയ ഒരു സ്ഥലത്തും തന്നെ യാതൊരു പ്രശ്നവും മറ്റൊരു വിഭാഗവും മറ്റൊരു സമൂഹവുമായിട്ടും അവരുണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് മാത്രം ഇസ്രയേൽ ജൂതർ ഒരു പ്രശ്നമായി മാറുന്നു? ചരിത്രത്തിൽ ഇത്രയേറെ പീഡനങ്ങൾ അനുഭവിച്ച മറ്റൊരു ജനത ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു ജനതയെ അവരനുഭവിച്ച പീഡനങ്ങൾ, അവരിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനത്തിനെ പറ്റി മലയാളി സമൂഹത്തിന് ഒന്നും പറയാനില്ല. ഈ നെറികെട്ട മലയാളികൾ ജൂതരെ പറ്റി ഒരു വാക്ക് അവർക്ക് പറയാനില്ല. ഒക്ടോബർ 7 എന്ന തീയതിയിൽ പോലും ഒരു വാക്കും അവർക്ക് പറയാനില്ല. മറിച്ച് ഗസയിലെ കണ്ണീരിനെ പറ്റിയാണ് അവർക്ക് പറയാനുള്ളത്. അവർക്ക് ഗസയിൽ പിടഞ്ഞു വീഴുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഗർഭിണികളെയും പറ്റി മാത്രമാണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും സംസാരിക്കാനും തോന്നുന്നത്. അവരുടെ കുട്ടികളെ പറ്റി പറയുമ്പോൾ, ഗസയിലെ കുട്ടികളെ പറ്റി പറയുമ്പോൾ, 18,000 പേരുടെ കുട്ടികളെ പറ്റി പറയുമ്പോൾ അവരുടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നു. ഇന്നത്തെ പത്രങ്ങൾ നോക്കിയപ്പോൾ അതിലേറെ ഞെട്ടിക്കുന്ന കാഴ്ച. മനോരമയിൽ ഇതിനെപ്പറ്റി ഒരു വാർത്തയുമില്ല, ഫ്രണ്ട് പേജിലുമില്ല, സെക്കൻഡ് പേജിലുമില്ല. 1-ാം പേജിലാണ് വാർത്തയുള്ളത്. 9-ാം പേജിലാണ് വാർത്തയുള്ളത്. ഗസയിൽ എരിഞ്ഞു തീർന്ന 731 നാൾ, അങ്ങനെയാണ് വാർത്ത. ഈ വാർത്ത ഇസ്രയേൽ പിടഞ്ഞു വീണവർക്ക് വേണ്ടിയല്ല, ഗസയിൽ മരിച്ചു വീണവർക്ക് വേണ്ടിയുള്ള വാർത്തയാണ്. മാതൃഭൂമിയിലും ഗസയിൽ, ഈ മനോരമയിൽ തന്നെ മറ്റൊരു പേജിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരിൽ 40% കുട്ടികൾ. ഇത്തരത്തിൽ ഗസയുടെ കണ്ണീരിനെ പറ്റി കണ്ണീർ വാർക്കുന്ന, അവിടുത്തെ കുട്ടികളെയും സ്ത്രീകളെയും പറ്റി കണ്ണീർ വാർക്കുന്ന വാർത്തകളാണ് നമ്മൾ കാണുന്നത്. മാതൃഭൂമിയിൽ ഫ്രണ്ട് പേജിൽ ലോകം നോക്കി നിന്ന 2 വർഷം എന്ന് പറഞ്ഞ് കണക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇസ്രയേലിൽ 2291 പേർ മരിച്ചു എന്നവർ പറയുമ്പോഴും ഇപ്പുറത്ത് ഗസയിൽ 67,139 പേർ എന്നൊക്കെ പറഞ്ഞൊരു സ്കോർ ബോർഡ് പോലെ അവരവിടെ എന്തൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. അതിലും ഗസയിലെ ജനതകൾക്ക് വേണ്ടിയുള്ള കണ്ണുനീർ മാത്രമാണ് കാണുന്നത്. ഇസ്രായേലിലെ ഈ ഒരു ദിവസം ഇസ്രായേലിൽ നടന്ന ക്രൂരതകളെ പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. സുപ്രഭാതം പത്രത്തിലും ഇതുപോലുള്ള വാക്ക് കസർത്തുകൾ തന്നെയാണ് ഫ്രണ്ട് പേജിലുള്ളത്. എഡിറ്റോറിയൽ: വംശഹത്യ മുനമ്പിൽ എരിയുന്നവർ, അറുതികളില്ലാത്ത ക്രൂരത, വംശഹത്യയ്ക്ക് ഇന്ത്യൻ ആയുധത്താങ്ങ്, ഇത്തരത്തിലുള്ള ലേഖനങ്ങളാണ് സുപ്രഭാതം പത്രത്തിൽ കാണുന്നത്. മാധ്യമത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അവർ. ഇസ്രായേൽ കള്ളങ്ങൾ ഇത്രമേൽ കള്ളങ്ങൾ മെനഞ്ഞിട്ടും 1000 പേരെ കൊന്നു തള്ളിയിട്ടും എന്തുകൊണ്ട് ഈ ജനതയെ കീഴടക്കാൻ കഴിയുന്നില്ല? കാരണം നീതിക്ക് വേണ്ടിയാണ് അവർ വാദിച്ചത്, നീതിക്ക് വേണ്ടിയാണ് രക്തസാക്ഷിത്വം വഹിച്ചത് തുടങ്ങിയ വരികളോടെയാണ് അവരവിടെ എഴുതിയിരിക്കുന്നത്. ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ തന്നെ പൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇസ്രയേൽ കാണിച്ച ഈ കൂട്ടക്കൊലപാതകത്തിന്, അല്ലെങ്കിൽ ഈ ഒരു
കാടത്വത്തിന് അതിന് അവരോട് പൊറുക്കാൻ കഴിയുമോ? അതാണ് ദേശാഭിമാനിയോട് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം. എന്തായാലും ഇന്ന് ബ്രിട്ടൻ സർവകലാശാലകളിൽ ഗാസയിലെ കണ്ണീര് ഒപ്പാൻ വേണ്ടിയുള്ള ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനമൊക്കെ നടക്കുകയാണ്. ഓർക്കണം, 2 ദിവസം മുമ്പാണ് ജൂതനാണെന്നുള്ള ഒറ്റ കാരണത്താൽ 2 പേർ ജൂതപ്പള്ളിയുടെ മുമ്പിൽ വെച്ച് അവിടെ കൊല ചെയ്യപ്പെട്ടത്. അതിനെപ്പറ്റി ഇവർക്ക് ആർക്കും തന്നെ ഒരക്ഷരവും മിണ്ടാനില്ല. ജൂതവേട്ടയെപ്പറ്റി, ലോകത്തെങ്ങും നടന്നിട്ടുള്ള ജൂതവേട്ടയെപ്പറ്റി ഇവർക്ക്, ഈ ബ്രിട്ടീഷുകാർക്ക് അന്നും ഒന്നും പറയാനില്ല, ഇന്നും ഒന്നും പറയാനില്ല. ഇവരുടെ ഹമാസിനോടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് എടുത്തു പറയേണ്ടതാണ്. ഇവരുടെ എന്ന് പറയുമ്പോൾ അതിൽ മലയാളി സമൂഹവും ഉൾപ്പെടും. ഇസ്രയേൽ തീർച്ചയായിട്ടും ഗാസയിലെ കൂട്ടക്കൊല നിർത്തേണ്ടത് തന്നെയാണ്. ഇസ്രയേൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി, അവരുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത് ചെയ്ത് കൂട്ടുമ്പോൾ ഹമാസ് ആയുധം താഴെ വയ്ക്കണം, തട്ടിയെടുത്ത 48 ജീവനുകൾ തിരികെ നൽകണം എന്ന് ഇവർക്ക് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? ഇതൊന്നും പറയാതെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രയേൽ നടത്തുന്ന പോരാട്ടത്തെ വംശഹത്യയായി വ്യാഖ്യാനിച്ച് ഒക്ടോബർ 7-നെ പറ്റി വിസ്മരിക്കാൻ ഇവർക്ക് എങ്ങനെ സാധിക്കുന്നു? ഓർമ്മയിൽ പോലും, ഈ ഒരു ഓർമ്മ ദിവസത്തിൽ പോലും ഇസ്രയേൽ ജനത ഏറ്റുവാങ്ങിയ ക്രൂരതയെപ്പറ്റി ഇവർക്കൊരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. ഇസ്രയേൽ വയ്ക്കുന്ന ഉപാധികൾ, ഇസ്രയേൽ കാണിക്കുന്നത് ക്രൂരത തന്നെയാണ്, അതിൽ സംശയമില്ല. ഗസയിൽ, പലസ്തീനിൽ ഇസ്രയേൽ കാണിക്കുന്നത് ക്രൂരത തന്നെയാണ്. പക്ഷേ ഇസ്രയേൽ വയ്ക്കുന്ന ഉപാധികൾ എന്താണ്? അവർക്ക് ഈ ക്രൂരത ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അവിടെ നിലനിൽക്കാൻ പറ്റുന്നില്ല. അത് നിർത്തണമെങ്കിൽ 2 ഉപാധികൾ മാത്രമാണ് ഉള്ളത്. ഒന്ന്, ഈ 48 പൗരന്മാരെ വിട്ടുകിട്ടണം. 28 മൃതശരീരങ്ങൾ തിരികെ വിട്ടുകിട്ടണം. സമാധാനത്തോടെ ജീവിക്കാൻ, അവർക്കവിടെ ജീവിക്കാൻ ഹമാസ് ആയുധം താഴെ വയ്ക്കണം. എങ്കിൽ മാത്രമേ അവർക്കും ആയുധം താഴെ വയ്ക്കാൻ പറ്റുകയുള്ളൂ. ഈ 2 ഉപാധികളെപ്പറ്റി ആരും സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നവരും, ലോകത്തെല്ലായിടത്തും ഹമാസ് ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നവരും, അല്ലെങ്കിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നവരും ഹമാസിന്റെ ക്രൂരതകളെപ്പറ്റി മിണ്ടാതിരിക്കുകയും ഇതിനെപ്പറ്റി വാചാലരാകുകയും ചെയ്യുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രയേലിന്റെ അതിർത്തി കടന്നു കയറി കൊന്നൊടുക്കിയ 1200 പേരെയും തടവിലാക്കപ്പെട്ട 200 മനുഷ്യർക്ക് വേണ്ടിയും ആരും കണ്ണീരൊപ്പുന്നില്ല. അവർക്ക് വേണ്ടി നമുക്ക് കണ്ണീരൊഴുക്കാം. അതിനോടൊപ്പം തന്നെ ഗാസയിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ 67,000 മനുഷ്യർ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 67,000 മനുഷ്യർക്ക് വേണ്ടിയും കണ്ണീരൊഴുക്കാം. ഈ കൂട്ടക്കൊല എന്തായാലും അവസാനിപ്പിക്കണം. പക്ഷേ ഇത് അവസാനിപ്പിക്കാനുള്ള ഏക വഴി ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അടിവേര് പിഴുത് തീയിടുക എന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥ മനുഷ്യർ ഈ ഒരു ലക്ഷ്യം അവസാനം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥ മനുഷ്യ സ്നേഹികൾ ഈ ഒരു ലക്ഷ്യം അവസാന നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ മാനവിക വിരുദ്ധർ ഇസ്രയേൽ കാണിക്കുന്നത് മാത്രം ചൂണ്ടിക്കാട്ടി ഹമാസിന്റെ ഈ ക്രൂരത അതിന് നേർക്ക് മൗനം പാലിക്കും.